രാജ്യത്ത് ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ചട്ടങ്ങൾ 1991 പ്രത്യേക ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു നിയമം പാസാക്കി. ബാബറി മസ്ജിദ് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്ത് വിഭാഗീയത വളർത്തുകയും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് പോകുന്ന കാലത്താണ് ഇങ്ങനൊരു നിയമത്തെക്കുറിച്ച് ആലോചിച്ചത്. ബാബറി മസ്ജിദ് ഒഴിച്ചു നിർത്തിക്കൊണ്ട് രാജ്യത്തെ മറ്റെല്ലാ ആരാധനാലയങ്ങളും 1947 ഓഗസ്റ്റ് 15 ഏത് സ്വഭാവത്തിലായിരുന്നു ആ സ്വഭാവത്തിൽ തന്നെ തുടരണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഈ നിയമം. ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് 2020 BJPയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധമുള്ള ചില വ്യക്തികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജി ഭരണഘടനാ സാധുത ചോദ്യം ചെയ്താണ് സുപ്രീം കോടതി പോലെയുള്ള ഉന്നതമായ നീതിപീഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഹർജി സുപ്രീം കോടതി പരിഗണനയ്ക്കെടുക്കുകയും ഇതിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചെങ്കിലും ഇക്കാലം വരെ കേന്ദ്ര സർക്കാർ ആ നോട്ടീസിന് മറുപടി കൊടുത്തിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി ആ ഹർജി പരിഗണനയ്ക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്മേൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ PV സഞ്ജീവ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാൻ തുടങ്ങുന്നത്. ഇത് പരിഗണിക്കെടുത്ത ഉടൻ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് രാജ്യത്തെ ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് സമർപ്പിക്കപ്പെടുന്ന ഒരു ഹർജിയും ഈ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് വരെ രാജ്യത്തെ ഒരു കോടതികളും പരിഗണിക്കരുത് എന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിലവിൽ സ്വീകരിക്കപ്പെട്ട ഹർജികളിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാവരുത്. തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭലിൽ അല്ലെങ്കിൽ ഗ്യാൻവാബിയിൽ ഒക്കെ നമ്മൾ കണ്ടതുപോലെ ഇമ്മീഡിയറ്റായിട്ട് സർവേക്ക് ഉത്തരവിടുക, സർവേക്ക് കമ്മീഷൻ നിയോഗിക്കുക, ഇത്തരം പരിപാടികളൊന്നും പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സുപ്രീം കോടതി പറയുമ്പോൾ ഇത് എതിർപ്പില്ലാതെയൊന്നുമല്ല പറയുന്നത്. ഈ 1991 നിയമത്തിൻ്റെ ആരാധനാലയങ്ങൾക്ക് പ്രത്യേക ചട്ടങ്ങൾ നിഷ്കർഷിക്കുന്ന നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ച വ്യക്തികളുടെ അഭിഭാഷകരുടെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഒപ്പം സോളിസിറ്റർ ജനറലായിരിക്കുന്ന മുകുൾ റോഹ്തഗി മേത്തയുടെ വലിയ എതിർപ്പുണ്ടായിരുന്നു. ഈ രണ്ട് എതിർപ്പുകളെയും സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഏറ്റവും അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ ഞങ്ങൾ ചേംബറിലിരുന്നു കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഇടക്കാല ഇത്രയും ഗൗരവമായിട്ടുള്ള സംഭവങ്ങൾ സുപ്രീം കോടതിയുടെക്കുള്ളിലുണ്ടായി. അവസാനം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയും ഇനി സ്വീകരിക്കരുത്. സ്വീകരിക്കപ്പെട്ട ഹർജികളിൽ തുടർ നടപടികൾ ഉണ്ടാകരുത്. തുടർ നടപടികൾ ഉത്തരവിട്ട ഹർജികളുടെ കാര്യത്തിലാണെങ്കിൽ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇടക്കാലത്തേക്കാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. അതായത് സംഭലിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാവില്ല, ഗ്യാൻവാബിയിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാവില്ല, അജ്മീർ ദർഗയുടെ കാര്യത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാവില്ല. ഇത് മാത്രമല്ല, മറ്റ് ആരാധനാലയങ്ങളുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് കീഴിൽ മറ്റ് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ അവകാശപ്പെട്ട് സമർപ്പിക്കപ്പെട്ട മറ്റ് നിരവധി ഹർജികളുണ്ട്. അതിന്മേലൊന്നും ഇനി തൽക്കാലത്തേക്ക് തുടർപടികളുണ്ടാവില്ല. എന്താണ് ഈ ഇടക്കാല ഉത്തരവിൻ്റെ പ്രസക്തി? ഈ ഹർജി പരിഗണിക്കപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം കൂടി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് KJ ജേക്കബാണ്. ജേക്കബ്, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇടക്കാല ഉത്തരവാണ്. ഈ ഹർജിയിലൊരു തീരുമാനം വരുന്നവരെ ഈ എന്താ പറയുക ഉത്തരവിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് പ്രസക്തി? ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം മാത്രമല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രസക്തി? അല്ല, അങ്ങനെയല്ല രാജീവ്. ഇതിൻ്റെ അകത്ത് ഈ വിധിയിലൊരു അപകടമുണ്ട്. പക്ഷെ ഇത് താൽക്കാലിക ആശ്വാസത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. കാരണം ഇപ്പം നമ്മൾ കാണുന്നത് രാജ്യത്തിൻ്റെ അജ്മീർ ദർഗ പോലെയുള്ള അജ്മീർ ദർഗയ്ക്ക് മേൽ പോലും അവകാശം ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന ഒരു ഘട്ടത്തിലാണ് കോടതി ഇത് എടുക്കുന്നത്. അതിനു മുമ്പാണ് സംഭലിൽ വെടിവെപ്പുണ്ടാക്കി 4 പേര് മരിക്കുകയും ചെയ്യുന്നത്. ആ കേസിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും സഞ്ജീവ് കുമാറും ചേർന്ന ബെഞ്ച് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു. അന്ന് ഇതുപോലെ തന്നെ സർവേക്ക് ഉത്തരവിട്ടിരുന്നു. അഭിഭാഷക സർവേ ആയിരുന്നു. അപ്പോൾ ആ സർവേ നടത്തി കഴിഞ്ഞ ആ
അത് പുറത്തുവിടരുത്, അത് സീൽഡ് കവറിൽ തന്നെ വെച്ചേക്കണം. അതിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള നടപടി എടുക്കാൻ പാടില്ല എന്ന് സമ്പലിലെ ജില്ലാ കോടതിക്ക് സുപ്രീം കോടതി ഉത്തരവുണ്ടായിരുന്നു ആദ്യം തന്നെ. അതിനുശേഷമാണ് എന്നിട്ട് അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് പുതിയ നടപടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള മറ്റ് 2 ജഡ്ജിമാരും കൂടെയുള്ള ഒരു ബെഞ്ച് രൂപീകരിക്കുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടായ ഒരു ഡെവലപ്മെൻ്റ് അല്ല അത് അതിനു മുമ്പും ഇത്തരം സമ്പലിലെ കാര്യമാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ട്രിഗർ. ആ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്ന കോടതിക്ക് അതിൻ്റെ ഈ നിയമത്തിൻ്റെ മേലുണ്ടാകുന്ന ഈ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സർവേ പരിപാടി നാട്ടിൽ അസമാധാനം ഉണ്ടാക്കും എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് തന്നെയാണ് സുപ്രീം കോടതി അത്തരം നടപടികളിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് അതൊരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും അത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കൊരു താൽക്കാലിക ആശ്വാസമാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ താജ്മഹൽ പോലെയുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള പള്ളികളുടെ പുറത്തൊക്കെയുള്ള പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും ഹിന്ദുത്വ ശക്തികളെ താൽക്കാലികമായിട്ട് അത് തടഞ്ഞിട്ടുണ്ട്. അത്രയും മനസമാധാനം നമുക്കുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പേ കോടതികൾ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരികയും കോടതികൾ അത് ഈ നിയമത്തിന് വാലിഡ് ആണ് എന്ന് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഫലി നരിമാൻ ജസ്റ്റിസ് റോഹിന്ദൻ നരിമാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കാരണം ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ 5 സുപ്രീം കോടതി ബെഞ്ച് ഈ നിയമത്തിന്റെ സാധുത ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയമം നേരത്തെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോടതികൾ അതിനെക്കുറിച്ച് അഭിപ്രായം ബെഞ്ച് സത്യത്തിൽ ഇതിന്റെ സാധുത ഉറപ്പിക്കുക മാത്രമല്ല, ഇത് ഭരണഘടനാ വ്യവസ്ഥകളുടെ ഭാഗമാണ് ഈ നിയമം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഞാനിതിനെ പലർക്കും എനിക്ക് ഈ സംശയമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ നിയമത്തിന്റെ 2 സെക്ഷൻസ് ആണുള്ളത്. ഒന്ന് സെക്ഷൻ 3 1947 ഓഗസ്റ്റ് 15 കലണ്ടർ മാറിയപ്പോൾ ഉണ്ടായിരുന്ന ആ പർട്ടിക്കുലർ ഡേയിൽ ഉണ്ടായിരുന്ന ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെ അത് മാറ്റാൻ പാടില്ല, മാറ്റുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ റിലീജിയസ് ക്യാരക്ടർ അങ്ങനെ തന്നെ നിലനിർത്തണം. അതാണ് സെക്ഷൻ 4. ഈ രണ്ടും അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഇതിനെതിരെയുള്ള ഒരു കോടതിയിലും കേസ് ഉണ്ടാകാൻ പാടില്ല, പുതുതായിട്ട് കേസ് ഉണ്ടാകാൻ പാടില്ല. കേസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിയമത്തിനനുസരിച്ച് ആ കേസിൽ വിധി വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ആ നിയമം അനുസരിച്ച് 47 ഏതാണോ സ്വഭാവം അത് വെച്ച് നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറത്ത് കേസില്ല, ആർക്കും അത് മാറ്റം ഞങ്ങൾക്ക് അതിൻ്റെ പുറത്തൊരു കേസുണ്ട് എന്ന് പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ അതോടുകൂടിയും ഈ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കലാപരിപാടി അവിടെ വെച്ച് നിൽക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പം അദ്ദേഹം വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് പറഞ്ഞത് നിയമപരമായി അത് ശരിയായ ഒരു നിലപാടാണ്. ആ ഒരു ചോദ്യം വരുന്നത്, അതായത് നിയമത്തിന്റെ 4-ാം സെക്ഷൻ 4 അനുസരിച്ച് ആ ഒരു ആരാധനാലയത്തിന്റെ മതസ്വഭാവം ഏതാണോ അത് നിലനിർത്തണം എന്നുള്ളതാണ്. പക്ഷെ ആ നിയമത്തിന്റെ ഒരു പോരായ്മ എന്നുള്ളത് ഈ മതസ്വഭാവം എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല. അതെങ്ങനെ നിശ്ചയിക്കണം എന്ന് നിയമം പറഞ്ഞിട്ടുമില്ല. അപ്പം മതസ്വഭാവം നിലനിർത്തണമെങ്കിൽ അത് നിശ്ചയിക്കണമല്ലോ. അപ്പം അത് നിശ്ചയിക്കുന്നതിൽ നിന്ന് നിയമം തടഞ്ഞിട്ടില്ല അപ്പം അത് നിശ്ചയിക്കണം എന്നുള്ള ഇന്റർപ്രിട്ടേഷനാണ് സുപ്രീം കോടതി കൊടുത്തത്. ഇതേ കാര്യമായിരുന്നു ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട് സർവേക്ക് ഉത്തരവിട്ടുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിന്റെ വിധിന്യായത്തിലും ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ്. അതായത് അതൊരു ക്ഷേത്രമാണെന്ന് കുറേ പേര് പറയുന്നു, അതൊരു മസ്ജിദാണെന്ന് കുറേ പേര് പറയുന്നു. ഇത് രണ്ടും ഒരുമിച്ചാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ സ്വഭാവം ഒരുമിച്ചാകാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞെന്ന് നമുക്കറിയില്ല. കാരണം പല ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ബാബറി മസ്ജിദിന്റെ വിധി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അതിനെ 2ആയി വിഭജിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് ക്ഷേത്രവും ഒരു ഭാഗത്ത് മസ്ജിദുമായിട്ട് നൂറ്റാണ്ടുകൾ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. 1857 തുടങ്ങി അത് അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത്. പുറത്തെ ഭാഗം ഹിന്ദു ആരാധന നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി കണ്ടെത്തൽ. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. പക്ഷെ
ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിലീജിയസ് സ്വഭാവം നിശ്ചയിക്കേണ്ടതുണ്ട് എന്നാണ് പിന്നെ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നു അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം ഗ്യാൻവാബി ആയാലും ശരി, അജ്മീർ ദർഗ ആയാലും ശരി, 47 ഓഗസ്റ്റ് 15 അതിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നിർണ്ണയിക്കണം. അത് നിശ്ചയിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, അത് നിയമത്തെ അട്ടിമറിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, രേഖകൾ നോക്കി അതിൻ്റെ സ്വഭാവം നിശ്ചയിക്കുക, അല്ലെങ്കിൽ മൊഴികൾ നോക്കി സ്വഭാവം നിശ്ചയിക്കുക. 47 എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ രേഖകൾ എന്തായാലും ഉണ്ടാവേണ്ടതില്ല. ഇപ്പോൾ ഗ്യാൻവാബിയുടെ കേസിലാണെങ്കിൽ 1936 ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. ഒരു മുസ്ലിം അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മുസ്ലിം ആരാധനാലയമാണ് എന്നുള്ളതിന് റെക്കോർഡുകളുണ്ട്. നമ്മളിത് കുഴിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. ഇതിൻ്റെ ഒക്കെ ഇവിടെ നേരത്തെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഈ നിയമം ശ്രമിക്കുന്നത്, ഈ നിയമം അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിയമം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ നാട് പലതരത്തിലുള്ള അധിനിവേശത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പം അതിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ക്ഷേത്രങ്ങളുടെ മുകളിൽ പിന്നെ മുസ്ലിം പള്ളികൾ ഉയർന്നു വന്നിട്ടുമുണ്ടാകും. അപ്പോൾ നമ്മളിത് എങ്ങനെ, ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുഴിച്ചു ചെന്നപ്പം അവിടെ രാമക്ഷേത്രം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം വിധി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ശൈവക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനു മുമ്പുള്ള ബുദ്ധ ജൈന ആരാധനാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആ വിധിയിലുണ്ട്. അപ്പം ഇത് അന്തമില്ലാതെ നമ്മൾ താഴേക്ക് കുഴിച്ചു പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ 1947 ഒരു പുതിയ രാജ്യമായിട്ട് മാറി. നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമായി, ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി മാറിയത് കൊണ്ട് ഇതിൻ്റെ പിറകോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ അവിടെ വെച്ച് നിർത്തുന്നു എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്. അതാണ് അതിൻ്റെ നിയമനിർമ്മാണ സഭയുടെ ഉദ്ദേശം എന്ന് സർക്കാർ അത് പറഞ്ഞു. അതിൻ്റെ പുറത്താണ് പിന്നെ പാർലമെൻറ്റ് അത് വോട്ട് ചെയ്ത് ആ ബില്ല് നിയമമാക്കുന്നത്. അപ്പോൾ ഇത് 1947 ഓഗസ്റ്റ് 15 ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം എന്താണ് എന്ന് റെക്കോർഡ് നോക്കി, മൊഴികൾ നോക്കി, സാധാരണഗതിയിൽ പിന്നെ ഒരു പ്രോപ്പർട്ടി ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട കോടതികൾ തീരുമാനിക്കുന്നത് എനിക്കെതിർപ്പില്ല. എനിക്കെതിർപ്പുണ്ടാകേണ്ട കാര്യമില്ല. ആർക്കും എതിർപ്പുണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മളിത് കുഴിക്കുമ്പോഴാണ് പ്രശ്നം. കുഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്നിരിക്കും. പൊങ്ങി വന്നിരിക്കും? ഇത് ചിലപ്പോൾ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നിരിക്കും. അപ്പം ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിയമം ഇങ്ങനെ പാസ്സാക്കിയത്. ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട മുസ്ലിം ആരാധനാലയങ്ങളുടെ അടിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇത് കുഴിച്ചു ചെന്നാൽ, അത് ഒരിക്കൽ RSSൻ്റെ മേധാവി തന്നെ പറഞ്ഞു, എല്ലാ മോസ്കിൻ്റെ അടിയിൽ ശിവലിംഗം തപ്പി പോകരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കാരണം അത് നാട്ടിലുണ്ടാക്കാൻ സാധ്യതയുള്ള അസ്വസ്ഥത അതിഭീകരമാണ്. അതിൻ്റെ അകത്ത് ചിലപ്പം അനീതി നടന്നിട്ടുണ്ടാവും. ഇതിൻ്റെ പുറത്ത് ഒരു ഹിന്ദു ആരാധനാലയത്തിൻ്റെ പുറത്ത് ഒരു മുസ്ലിം ആരാധനാലയം വന്നിട്ടുണ്ടാവും. അത് അനീതിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിങ്ങനെ അത് പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ രാജ്യം മുമ്പോട്ട് പോവുകയാണ്. അപ്പം നമ്മളിത് ചരിത്രത്തിലേക്ക് ഓടിക്കയറി അവിടെ മുഴുവൻ കുഴിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് നമ്മുടെ ലെജിസ്ലേച്ചറിന് തോന്നിയത് കൊണ്ടാണ്. അതായത് കുഴിക്കരുത് എന്നാണ് ആ നിയമം പറയുന്നത്. നിങ്ങൾക്ക് അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാൽ 47 ഓഗസ്റ്റ് 15 എന്തായിരുന്നു ആരാധനാലയത്തിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നതിൽ നമ്മൾക്കതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ല. അത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ കുഴിക്കാൻ തീരുമാനിച്ചാൽ അത് ആ നിയമത്തിന് എതിരാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. ഈ നിയമം അവിടെ ഇരിക്കുമ്പോൾ കുഴിക്കാൻ പാടുണ്ടോ? ആ നിയമം അവിടെ ഇരിക്കുമ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാകും എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ആരാധനാലയത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുക എന്നുള്ള വിഷയത്തിലേക്ക് സുപ്രീം കോടതി വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഈ നിയമം ഭരണഘടനാപരമാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ തർക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം നിശ്ചയിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള അതിനുള്ളൊരു ഗൈഡ് ലൈൻ കൊണ്ടുവരികയാണ് ശരിക്കും വേണ്ടത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ആ നിയമത്തിൻ്റെ സാധുത പരിഗണിക്കപ്പെടുകയുള്ളൂ.
ആ, 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 മാനിക്കപ്പെടും. അതായത് ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പം അത് കോടതികൾ സാധാരണ പരിഗണിക്കുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു നിയമം വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിയമം വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അവകാശവും കോടതികൾക്കാണ്. അപ്പോൾ കോടതികൾ അത് പ്രധാനമായും അവരുടെ ജഡ്ജിമാർക്ക് തോന്നുന്ന വിധത്തിൽ അവർ വ്യാഖ്യാനിക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ റെഫറൻസുകൾ ഒന്ന് നമ്മുടെ നാട്ടിലെ ഭരണഘടന, നമ്മുടെ ഭരണഘടനയാണ് ഒരു റെഫറൻസ്. പിന്നെ എന്തിനാണ് പാർലമെൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്തൊരു നിയമം ഉണ്ടാക്കുന്നതിന് ഉദ്ദേശം എന്താ? അപ്പോൾ അത് അതിൻ്റെ നിയമത്തിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ അത് പറഞ്ഞിട്ടുണ്ടാവും, ചർച്ചകളിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും സുപ്രീം കോടതി വിധി, ഭരണഘടന, പിന്നെ അനുച്ഛേദങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ പലപ്പോഴും ജഡ്ജിമാർ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടന്ന ചർച്ചകളിലേക്കാണ്. അപ്പോൾ അവിടെയാണ് എന്തുകൊണ്ടാണ് ആ നിയമം അങ്ങനെ വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ജനപ്രതിനിധികൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം ജഡ്ജിമാർ അവരുടെ വാദത്തിന് അനുകൂലമായിട്ട് അത് പലപ്പോഴും പറയാറുണ്ട്. അപ്പം അതിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റ്, നിയമ നിർമ്മാണ സഭയുടെ ഉദ്ദേശം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു അപകടമുണ്ട്. ഇപ്പോൾ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്ന് വിചാരിച്ചു, നമ്മുടെ നാട്ടിൽ പിന്നെ ഏത് ആരാധനാലയത്തിൻ്റെ അടിയിലേക്കും കുഴിക്കാവുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അതിലൊരു അപകടമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ അപകടം കൂടിയാണ്. ഞാൻ കുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നിയമത്തിനും ഭരണഘടനയ്ക്കും ഒക്കെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഉള്ള പങ്ക് അവർക്ക് മാത്രമല്ല, നിയമത്തിനും ഭരണഘടനയ്ക്കും കോടതികൾക്കും മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് അത് രാഷ്ട്രീയം തന്നെയാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരും. ആ ചോദ്യങ്ങൾക്ക് ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് മറുപടി പറയുമെന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. അതിനകത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. റൈറ്റ്. ഞാൻ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൂടെ വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പരിഗണിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആൻസർ കൂടി കേന്ദ്ര സർക്കാരിന് തന്നെ ഇതിൽ കണ്ടെത്തേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. ഞാൻ അതിലേക്ക് വരാൻ മുമ്പ് ഒറ്റ കാര്യം, ഈ ഹർജി പരിഗണിക്കാൻ എടുക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ ഒരു 1-2 ആഴ്ചകൾക്ക് മുമ്പാണ് ഭരണഘടനയിൽ ഈ സോഷ്യലിസം, സെക്യുലർ എന്നീ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തതിനെക്കുറിച്ച് ഒരു ഹർജി വരികയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തന്നെ അതിലൊരു തെറ്റുമില്ല, ഈ ഭരണഘടനയിൽ അത് നിലനിൽക്കേണ്ടതാണ് എന്ന് വിധിക്കുകയും ചെയ്തത്. ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച ബെഞ്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ 1991 ആരാധനാലയങ്ങളുടെ സ്വഭാവം 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു അങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ സർവേകൾക്കുള്ള ഉത്തരവ് ചോദ്യം ചെയ്യാൻ പറ്റുക. അതിനെ സെക്കുലറിസം, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സെക്കുലർ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണോ ഈ ഉത്തരവ് എന്നുള്ളത് ചോദ്യം ചെയ്യാം. ഒപ്പം രാജ്യത്ത് ഈ ഉത്തരവ് ഏതെങ്കിലും തരത്തിലുള്ള നിയമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ഇത് ചോദ്യം ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു സർവേക്ക് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സെക്കുലറിസം എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണോ എന്നുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും രാജ്യത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലും ചോദ്യം ചെയ്യാം എന്നുകൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് സെക്കുലറിസം, അതുപോലെ സോഷ്യലിസം, ഇത് രണ്ടും ഭരണഘടനയിൽ നിലനിന്നോട്ടെ എന്ന് പറയുന്ന സുപ്രീം കോടതി, ആരാധനാലയങ്ങളുടെ സ്വഭാവം നിലനിർത്തുക എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മറ്റ് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതൊരു പ്രശ്നമാണ്. നിങ്ങൾ ഈ ആരാധനാലയങ്ങളുടെ സ്വഭാവം ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കുക, അതിന്മേൽ സർവേക്ക് ഉത്തരവിടുക, ഇതൊക്കെ മറ്റു കാരണങ്ങളാലും പ്രശ്നമാണ് എന്ന് പറയുന്ന ഇതൊരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ട് ഈ കാര്യത്തിൽ എന്ന് നമുക്ക് തോന്നാൻ കാരണമാണോ? അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ആറ്റിറ്റ്യൂഡിനെ വെച്ച് നമ്മൾ പ്രിജുഡിസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു അപകടമുണ്ട്. ഞാൻ ആ പണിക്ക് പോയല്ല. ഇതിനകത്തുള്ളൊരു വിചിത്രമായ കാര്യം, ഇത് സെക്കുലറിസത്തിനെതിരാണെന്ന് പറയുന്നത് ഹിന്ദു പാർട്ടികളാണ്. അതെ. അതായത് ഇതുകൊണ്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ മിക്കവാറും ഹിന്ദു ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രാക്ടിക്കലി ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ തിരിച്ചെടുക്കാനുള്ള അവരുടെ അവകാശത്തെ ഇത് നിഷേധിക്കുന്നു എന്നൊരു വാദം അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കോടതി അഡ്രസ്സ് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഇത് കോടതി തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിലേക്ക് വരാം. ഇതിനകത്തെ രാഷ്ട്രീയ പ്രശ്നം അതുകൊണ്ട് ഇത് സെക്കുലറിസം കോടതി പറഞ്ഞത്, ഒന്ന്, ഇതവിടെ സെക്കുലറിസം എന്നുള്ള ഭരണഘടനയ്ക്കകത്തുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട് സെക്കുലറാണ്, അത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടേ ഉള്ളൂ അത് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ നാട് സെക്കുലറാണ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ, അതായത് ഇതവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി, പ്രത്യേകിച്ച് അപകടമൊന്നും അതുകൊണ്ടുണ്ടായിട്ടില്ല. 2, ഈ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റിന് അവകാശമുണ്ട്. ഈ
ഈ രണ്ട് കാര്യങ്ങളാണ് കോടതി എന്ന് തീരുമാനിച്ചത്. അത് വളരെ സബ്സ്റ്റാൻറ്റീവായിട്ട് കോടതി തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വിഷയമായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഇങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നത് കണ്ടാൽ സഹിക്കാൻ വയ്യാത്ത മനുഷ്യർ ഈ ഓരോ ചോദ്യങ്ങളും ചോദിച്ചു വരുമ്പോൾ കോടതികൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അപ്പോൾ ആ ഉത്തരം പറയുമ്പോൾ അവർ സാധാരണ കോടതികൾ അതിനൊരു അയോധ്യ വിധിയൊക്കെ വളരെ എക്സെപ്ഷണലാണ്. അവരെവിടെയെങ്കിലും അത് ദൈവം കൊടുത്ത വിധിയാണെന്നാണ് അത് എഴുതിയ ആൾ തന്നെ. അപ്പം അങ്ങനെ അല്ലാതെ ലോജിക്കിന്റെ പുറത്താണ് അവർ നിയമത്തിന് വ്യാഖ്യാനങ്ങൾ കൊണ്ട് അവസാനം കൊണ്ടേ കെട്ടുന്നത്. നമ്മൾ പാലം കെട്ടുമ്പോൾ അത് പാറയുടെ പുറത്താവണം എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ലോജിക്കിന്റെ പുറത്താണ് അവരത് വിധിയെ കൊണ്ടേ കെട്ടുക. അപ്പം സെക്കുലറിസം എന്നുള്ളത് അവർക്ക് നിലനിർത്താൻ പറ്റണം. അത് അതിന്റെ പുറത്ത് ഈ വിധിന്യായം എഴുതാം. അതിന്റെ അടിസ്ഥാനമാക്കി തന്നെ പിന്നെ ഈ നിയമത്തെക്കുറിച്ചുള്ള ഒരു അസസ്മെന്റ് സുപ്രീം കോടതിക്ക് വരുന്നത് കൊണ്ട് അത് പറ്റും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഈ തന്നെയാണ് ആറ്റിറ്റ്യൂഡൽ ചേഞ്ചിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ നേരത്തെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഏത് വിധത്തിലാണ് ഗ്യാൻവാപി മോസ്കിലെ സർവേ അത് തുടരാൻ പാകത്തിലുള്ള ഒരു ഒബ്സർവേഷൻ നടത്തിയതെന്ന് നമുക്കറിയാം. കാരണം വെച്ചാൽ ഇതിൻ്റെ എന്താ പറയുക, ഏത് മതവിഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു, ഏത് വിശ്വാസധാരയുടെ ഭാഗമായിരുന്നു ഈ ആരാധനാലയം എന്ന ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശം ഈ വിഭാഗങ്ങൾക്കുണ്ട്. അത് ഈ 1991 നിയമപ്രകാരം തടയാനാവില്ല എന്ന് പറയുന്നൊരു ഒബ്സർവേഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗ്യാൻവാബിയിലെ സർവേ നടക്കുന്നത്. ഒരുപക്ഷെ സമ്പല്ലും അല്ലല്ല രാജീവ്, അതിനെ പറ്റി നമ്മളതിനെ രണ്ടായിട്ട് കാണണം. അതായത് ആ ഒബ്സർവേഷൻ ലെജിറ്റിമേറ്റ് ആണ് എന്നാണ് ഞാൻ വാദിക്കുന്നത്. അതായത് നിയമം പറയുന്നു മതസ്വഭാവം നിലനിർത്തണം എന്ന്. ഈ മതസ്വഭാവം നിലനിർത്തണമെങ്കിൽ ആ മതസ്വഭാവം നിർവചിക്കേണ്ടതുണ്ട്. എനിക്കത് ഫുൾ എഗ്രിമെൻ്റ് ആണ്. 1947 അജ്മീർ ദർഗ എന്തായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ അത് കുഴിച്ചാണോ കണ്ടുപിടിക്കും? 47 കാര്യം നിങ്ങൾ എങ്ങനെ കുഴിച്ച് കണ്ടുപിടിക്കും? 47 അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചറിനെ നിങ്ങൾ അടിയിലേക്ക് പോകുന്നു. 47 ശേഷം അവിടെ പുനർനിർമ്മിതി ഉണ്ടായിട്ടില്ലെങ്കിൽ, 47 ശേഷം അവിടെ വേറെ നിർമ്മിതി ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തിനാ കുഴിച്ചു നോക്കുന്നു? റൈറ്റ്. ഞാൻ അതിലേക്കല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, അദ്ദേഹം നടത്തിയ ഒരു ഒബ്സർവേഷനും ഇപ്പോഴത്തെ ഈ ഇടക്കാല ഉത്തരവും, ആ ഇടക്കാല ഉത്തരവ് വരുമ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ഒബ്സർവേഷനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു രീതിയിലേക്കല്ല. അല്ലല്ല, അത് ഈ ഇടക്കാല ഉത്തരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിലൊരു തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങളിത് എൻ്റർടൈൻ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. ആ തീരുമാനം എടുത്തിട്ട് ഇത് പിന്നെ അത് തെറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹർജികളൊക്കെ വീണ്ടും അവതരിപ്പിക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അകത്തെ സബ്സ്റ്റാൻറ്റീവ് ചോദ്യം എന്നുള്ള, അതായത് ഈ നിയമം നിലനിർത്താൻ സുപ്രീം കോടതി തീരുമാനിച്ചാൽ, കാരണം അതൊരു അപൂർണമായ നിയമമാണ്. കാരണം മതസ്വഭാവം നിലനിർത്തണം എന്ന് പറയുമ്പോൾ മതസ്വഭാവം എന്താണ് എന്ന് എങ്ങനെ നിർവചിക്കും? കാരണം സാധാരണഗതിയിൽ എല്ലാ നിയമത്തിലും അതിൻ്റെ ഓരോ ടേമും വളരെ കൃത്യമായിട്ട് നിർവചിക്കുന്നതാണ്. ഈ നിയമത്തിൽ ആ മതസ്വഭാവം നിലനിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്വഭാവം എങ്ങനെ നിലനിർത്തണം എന്ന് ആ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോടതി, അതാണ് അതിൻ്റെ അകത്തെ സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിയമം വരുമ്പോൾ ഒരുപക്ഷെ കോടതിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. എങ്ങനെ ഇത് നിലനിർത്തുകയാണെങ്കിൽ, ഈ നിയമം അംഗീകരിക്കുകയാണെങ്കിൽ, ഭരണഘടനാ സാധുവാണെന്ന് കോടതി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് മതസ്വഭാവം നിർവചിക്കുക അല്ലെങ്കിൽ നിർണ്ണയിക്കുക? അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ കെട്ടിടങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കോഴിക്കോടുള്ള പിന്നെ സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി 1947 സർക്കാർ രേഖകളിൽ എന്തായിരുന്നു നോക്കിയാൽ പോരെ? അത് കത്തീഡ്രൽ പള്ളിയായിരുന്നോ, അത് ശിവക്ഷേത്രമായിരുന്നോ, അത് അവിടെ ഒരു മോസ്ക് ആയിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് അവിടെ കോർപ്പറേഷന്റെ രേഖകളില്ലേ? 47 എന്ന് പറഞ്ഞാൽ പിന്നെ ജാംബവാന്റെ കാലത്തെ കാര്യമൊന്നുമല്ലല്ലോ. അത് രേഖകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരുന്നു എന്ന് പറയാൻ മേലേ? അപ്പൊ അതുകൊണ്ട് കോടതി, എനിക്ക് തോന്നുന്ന നിയമം നിലനിർത്തുകയാണെങ്കിൽ കോടതി ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന കാര്യം, രേഖകൾ പരിശോധിച്ചിട്ട് അന്ന് എന്തായിരുന്നു, അതിനുശേഷം നിർമ്മിതി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് പറ്റും. അപ്പോഴും രേഖകളിൽ കാണും അന്ന് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് രേഖകളിൽ കാണും. അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. വീണ്ടും നിർമ്മിതി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ സ്വഭാവം 47 ശേഷം സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ 47 സ്വഭാവത്തിലേക്ക് നിയമം അനുസരിച്ച് തിരിച്ചു. അപ്പം ആ സ്വഭാവം നിശ്ചയിക്കുക എന്നുള്ളത് രേഖകളുടെ അടിസ്ഥാനത്തിൽ വേണം, കുഴിച്ചല്ല എന്നൊരു തീരുമാനം സുപ്രീം കോടതി എടുക്കും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ആവശ്യം. അതായിരിക്കണം ആ വിഷയത്തിലെ സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള വിഷയം. റൈറ്റ്. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഇപ്പോൾ 2020 ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കുന്നത്. അന്ന് തന്നെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇതുവരെ യാതൊരു റെസ്പോൺസും അക്കാര്യത്തിൽ കൊടുത്തിട്ടില്ല. എന്താണ് നമുക്കറിയാലോ, 2014 മുതൽ
രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ്. 2020 നോട്ടീസ് കൊടുത്തിട്ട് ഇതേവരെ മറുപടി കൊടുത്തിട്ടില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട്. കാരണം BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കണമെങ്കിൽ TDPയുടെയും JDUവിൻ്റെയും സപ്പോർട്ട് വേണം. ഇപ്പോഴാണ് ഇക്കാര്യത്തിലൊരു റെസ്പോൺസ് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അതൊരു പൊളിറ്റിക്കൽ പ്രശ്നം കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരിന് ഔട്ട്റൈറ്റായിട്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ഹിന്ദുത്വ ശക്തികളുടെ ആവശ്യവുമായിട്ട് യോജിച്ച് നിൽക്കുന്നൊരു പൊളിറ്റിക്കൽ പോയിൻ്റാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്ന് അത് വ്യക്തമാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. പക്ഷേ JDUവും TDP അതിനോട് യോജിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സുപ്രീം കോടതി അത് പരിഗണിക്കുമ്പോൾ ദർ ഈസ് എ പൊളിറ്റിക്കൽ ഡിബേറ്റ് ഇൻസൈഡ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ റൂളിംഗ് കോalition. അതിനകത്ത് ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന കാര്യത്തിൽ RSSനോ BJPക്കോ BJP സർക്കാരിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ അതിന് ചന്ദ്രബാബു നായിഡുവിനോ JDUവിനോ എതിർപ്പുണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നേരെ ഇത് വരുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമാണോ എതിർപ്പാണോ എന്നുള്ളതല്ല. ഇത് നമ്മുടെ രാജ്യം സെക്യുലറായിട്ട് നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചോദ്യമാണ് വരുന്നത്. ആ ചോദ്യം അങ്ങനെ ഫ്രെയിം ചെയ്ത് മുമ്പോട്ട് വെക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിനുള്ളത്. സെക്യുലർ രാഷ്ട്രീയത്തിൽ അത് ഹിന്ദുത്വ ശക്തികൾക്ക് പച്ചയ്ക്ക് വർഗീയതയല്ലേ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഇലക്ഷൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് നിലപാട് എപ്പോഴും വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മുടെ സെക്യുലർ പോളിറ്റിയുടെ ഒരു സെമിനൽ പീസ് ഓഫ് ലെജിസ്ലേഷൻ, ആ ലെജിസ്ലേഷൻ ചോദ്യം ചെയ്യപ്പെടുമ്പം നമ്മുടെ രാജ്യം സെക്യുലറായിട്ട് നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കേന്ദ്ര സർക്കാരിന് ഉത്തരത്തെ മാറ്റേണ്ടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ JDUവിനും TDPക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് വരും. ചിലപ്പോൾ അവർ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് വരാം. അധികാരം ആർക്കും മോശമായിട്ടുള്ള കാര്യമല്ല. അപ്പം ഇത് അങ്ങനെ അതിന് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാം. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, ഇത് ഒരു വിഭാഗത്തിന് മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു നിയമമാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയല്ല എന്നൊരു നിലപാട് അവിടെ എടുക്കട്ടെ. ഞാൻ പറയുന്നത് അതാണ്. അതങ്ങനെ എടുക്കട്ടെ. അതങ്ങനെ എടുക്കുകയും അവസാനം സുപ്രീം കോടതി പറയുകയാണ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അതൊരു ഇന്നത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ അത്തരമൊരു നടപടിയെ നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. അതാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി ശ്രമിച്ചത്. നമ്മൾ നിയമവും ഭരണഘടനയും കോടതികളും മാത്രമായിട്ട് നമ്മളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. മനുഷ്യർ സെക്യുലർ അല്ലാത്ത ഒരു നാട്ടിൽ ഒരു സെക്യുലർ ഭരണഘടനയും സെക്യുലർ കോടതിയും സെക്യുലർ ഭരണകൂടം ഉണ്ടാകണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ സെക്യുലർ പൊളിറ്റിക്സ് എന്നതിന് നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള വളരെ സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള വളരെ ലാർജർ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊരു നിലപാടെടുക്കാൻ എല്ലാവരും നിർബന്ധിക്കപ്പെടും. ഞാൻ ഈ കോടതിയുടെ ഈ നടപടിയിൽ നിന്ന് ഞാൻ കാണുന്ന അതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും RSS BJP നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവരുടെയൊക്കെ നയങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറേ ആളുകളുടെ നിലപാടുകൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവർക്ക് എടുക്കേണ്ടി വരും. അത് അത് പറയുമ്പോഴേ ഇപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി എന്ത് വിധി പുറപ്പെടുവിച്ചാലും ഇത് ഭരണഘടനാ വിധേയമാണ് എന്ന് അല്ലെങ്കിൽ ഭരണഘടനാ സാധുതയുള്ളതാണ് ഈ നിയമം എന്ന് വിധി പുറപ്പെടുവിച്ചാലും അല്ല എന്ന് വിധി പുറപ്പെടുവിച്ചാലും ഇപ്പോഴത്തെ ഒരു റൂളിംഗ് കോയിലേഷൻ അതൊരു ക്രൈസിസ് ആയിട്ട് വരില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ BJPക്ക് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് ഒരു പക്ഷേ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ച് ഒരു പക്ഷേ അവരുടെ ആർഗ്യുമെൻറ്റ് ജയിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ JDUവിനും JDU TDP പോലെയുള്ള പാർട്ടികൾക്ക് ഒരുപക്ഷെ പുതിയൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കാം. ഇത് ഭരണഘടനാ സാധുതയുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചാൽ BJP സംഘപരിവാർ ശക്തികൾക്ക് ഈ നിയമത്തെ മറികടക്കാൻ പാകത്തുള്ളൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഇത് ഏത് വിധത്തിലാണെങ്കിലും റൂളിംഗ് കോയിലേഷനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കോടതി നടപടിയായിട്ട് നമ്മൾ കാണണ്ടേ? ഞാനിത് നമ്മുടെ രാഷ്ട്രീയത്തിലെ രാജീവ് പറയും തിയററ്റിക്കൽ ശരിയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസ് ഇതിൻ്റെ ഇടയ്ക്കൊണ്ട് തലകൊണ്ട് വെക്കുകയും അത് കോൺഗ്രസിന് ഉത്തരവാദിത്തമായിട്ട് മാറുകയും ചെയ്യാനാണ് സാധ്യത. ഇത് ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹിന്ദു വിരുദ്ധമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി BJPക്ക് പറ്റും. അവിടെയൊക്കെ കൊണ്ടുപോയി കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് തലവെച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. അതായത് സുപ്രീം കോടതി പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സുപ്രീം കോടതി ഈ നിയമം നിലനിർത്തുകയും അതേസമയം ഇവരുടെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അതായത് ഇത് മതസ്വഭാവം നിർവചിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വരികയും അതിന് ന്യായമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുക്കുകയും ചെയ്താൽ അതൊരു ക്രൈസിസ് ആയിട്ട് മാറും.
അത് അവരുടെ ഈ കുഴിക്കൽ എൻ്റർപ്രൈസ് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ വളരെ സ്റ്റാർട്ടപ്പ് രൂപത്തിലാണ് ഇത് ഉള്ളത്. വളരെയധികം ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സ്റ്റാർട്ടപ്പുകൾ നിന്ന് പോകും. അത് അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് റിവേഴ്സൽ ആവാനുള്ള ഇതൊരു സാധ്യത. പോസിബിലിറ്റി ആണല്ലോ. എവിടെയൊക്കെ കുഴിക്കേണ്ടി വരും, എത്ര സ്ഥലം കുഴിക്കേണ്ടി വരും, ഏതിനുള്ളിലാണ് അവകാശവാദം ഉന്നയിക്കുക, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ സാധ്യതയാണ്. വളരെ വലിയ സാധ്യത. ഇപ്പം നമ്മൾ നോക്കിക്കോ, ഞാനിപ്പോൾ പള്ളികൾ, പിന്നെ ഈ ഗ്യാൻവാബിയൊക്കെ ഇത് ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ട മനുഷ്യർ പറയുന്നത് അത് ക്ഷേത്രം പൊളിച്ച് പണിതതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന തരത്തിലുള്ള സ്ട്രക്ചറാണ് അതെന്നുള്ളതാണ്. ഇത് അറിയത്തില്ലാത്തത് കൊണ്ടല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് അറിയത്തില്ലാത്തത് കൊണ്ടോ, ഇത് എന്നാൽ പിന്നെ കുറേ ഹിന്ദു ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങളായതിൽ ഇന്ത്യ രാജ്യത്തെ മനുഷ്യർക്ക് കോൺഗ്രസ്സുകാർക്ക് ഈ നിയമം പാസ്സാക്കി കോൺഗ്രസ്സിന് ഭയങ്കര സന്തോഷമുണ്ടോ എന്നുള്ളതല്ല ആ നിയമത്തിൻ്റെ പ്രശ്നം. നമ്മളിതൊക്കെ ഇടിക്കാൻ വേണ്ടി പോയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ഇതിൻ്റെയൊക്കെ നമ്മുടെ നാട്ടിൽ ലോകത്തിലുള്ള ബുദ്ധ ജൈന ശൈവ പാരമ്പര്യങ്ങൾ, ശബരിമലയെക്കുറിച്ച് പറയുന്ന കഥകൾ, ഇതൊക്കെ നമ്മൾ കുഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള, അവർക്ക് ജോലി എടുക്കാനുള്ള, അവരുടെ ആരോഗ്യസ്ഥിതി കാക്കാനുള്ള ഇത്തരം പ്രശ്നങ്ങളല്ലേ? അതല്ല എങ്കിൽ നമ്മൾ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുത്ത് കുത്തിക്കൊണ്ടിരുന്ന പാർട്ടികളാണെങ്കിൽ ഇത് ശരിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ സ്വയം അഭിമാനിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. നമ്മളൊരു സിൻക്രറ്റിക് കൾച്ചറിൻ്റെ ആളുകളാണ്, നമ്മൾ അങ്ങേയറ്റം സഹിഷ്ണുതയുള്ള മനുഷ്യരാണ്. അത് പല ജഡ്ജിമാരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങേയറ്റം സഹിഷ്ണുതയുള്ള ഒരു സമൂഹമായിരുന്നു. അപ്പോൾ അതിൽ സഹിഷ്ണുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെലവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനല്ല പറയുന്നത്. നമ്മൾ ചില നഷ്ടങ്ങൾ സഹിച്ചും ചില നന്മകൾക്ക് വേണ്ടി നിലനിന്നു എന്നുള്ളതാണ്. അതാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി പറയുന്നത്, ഈ നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ അഭിമാനം കൊള്ളണോ, അതെയോ അയൽവക്കക്കാരനെ മറ്റൊരു മതം പ്രാക്ടീസ് ചെയ്യുന്ന അവനെ അനന്തകാലത്തേക്ക് അവൻ്റെ ജീവിതം അനിശ്ചിതത്തിലാക്കിയിട്ട് വേണോ സന്തോഷിക്കാൻ എന്നുള്ള വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇത് മുമ്പിൽ വെക്കുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നിയമം വന്നിരിക്കുന്നത്. ആ നിയമത്തെ വീണ്ടും ചോദ്യപ്പെടും. ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയാണ് അത്. നമ്മളതിൻ്റെ അകത്ത് അസ്വാരസ്യം കണക്കാക്കിയിട്ട് കാര്യമില്ല. ഒന്നും സെറ്റിൽഡ് അല്ല, ഒരു കാര്യവും ലോകാവസാനം വരെ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കണം എന്നില്ല. അപ്പോൾ അത് ക്വാളിറ്റിയുടെ ക്വാളിറ്റി, അതിൻ്റെ സെൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള മതനിരപേക്ഷ ശക്തികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് സത്യത്തിൽ ഈ നിയമം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊരു നിയമം ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലനിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതൊക്കെ ഏത് നിമിഷവും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കണമെന്നുണ്ട് എങ്കിൽ നമ്മൾ സെക്കുലർ വാല്യൂവിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരുണ്ടാവണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഈ നിയമം എന്തുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ പണി നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു പുതിയ നിയമം കൊണ്ടുവരുന്നു എന്തുകൊണ്ട് BJP പറയാൻ വേണ്ടി പറ്റുന്നില്ല? BJP ഭൂരിപക്ഷമില്ല. പാർലമെന്റിൽ 273 സീറ്റ് BJP ഉണ്ടായിരുന്നെങ്കിൽ BJP പ്രശ്നമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 293 സീറ്റ് BJP ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഇപ്പം BJPയുടെ സീറ്റ് 240. അപ്പോൾ അവരുടെ NDAക്ക് ഈ പുതിയ അലയുടെ കൂട്ടിയിട്ടാണ് ഒരു ബില്ല് പാസ്സാക്കാനുള്ള നിയമം. അപ്പോൾ അത് ആ സീറ്റ് ആരാണ് കുറച്ച് കൊടുത്തത്? ഈ പച്ച വർഗീയത പറഞ്ഞപ്പോൾ കുറച്ച് കൊടുത്തത് നമ്മുടെ പൊളിറ്റിയിൽ ഇപ്പോഴും സെക്കുലർ പൊളിറ്റിക്സിന് വാല്യൂ ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പം കോടതി ഇങ്ങനെ പറഞ്ഞാലും നമ്മുടെ പൊളിറ്റി സെക്കുലർ ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നും, അതേസമയം നമ്മുടെ മനുഷ്യരുടെ രാഷ്ട്രീയം വർഗീയമാണ്, ഹിന്ദുത്വമാണ് എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിനും കോടതിക്കും ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളത് ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഭരണഘടന ഗംഭീര ഭരണഘടനയാണ്. അവിടുത്തെ ജനങ്ങൾ വട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെയുള്ള ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് അവർ രാവിലെ ബ്രെഡും ജാമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടിസ്ഥാനപരമായി നമ്മൾ സെക്കുലർ പൊളിറ്റിക്സ് എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പിന് നിർബന്ധമുള്ള കാര്യമാണ് എന്ന് ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിനെ ഞാൻ കാണുക. റൈറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ സമ്പലിലെ ഈ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ തൊട്ട് പിറകെയാണ് ഈ 1991 നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുന്നത്. അതിന്മേലൊരു തീർപ്പുണ്ടാവണം എന്ന് സുപ്രീം കോടതി ആലോചിക്കുന്നത്, അതിന്മേലൊരു നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 1991 നിയമത്തിൻ്റെ ഭാവി എന്താണ്, അത് ഭരണഘടനാപരമായി സാധുവാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാവും. അത് രാജ്യത്തിൻ്റെ ഭരണഘടന നിഷ്കർഷിക്കുന്ന സെക്കുലറായി രാജ്യത്തെ
ഡിഫൈൻ ചെയ്യുന്ന ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ചായിരിക്കുമോ അല്ലയോ, അതോ ഈ നിയമപരമായ 991 നിയമം ഭരണഘടനാപരമായി സാധുവാണ് എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുമ്പോൾ തന്നെ ഈ ഓരോ ആരാധനാലയങ്ങളുടെയും മതപരമായ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ള കാര്യത്തിലുള്ള നിർവചനം എന്തായിരിക്കും, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിബേറ്റുണ്ട്, പല കാര്യങ്ങളിൽ ഉത്തരം കിട്ടാനുമുണ്ട്. ഒരു പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി വരുത്താൻ സുപ്രീം കോടതിക്ക് സാധിച്ചേക്കും എന്ന് പ്രതീക്ഷിക്കാം. മുൻകാലങ്ങളിലുണ്ടായതുപോലെ എവിടെ ഹർജി വന്നാലും അവിടെയൊക്കെ സർവേ പ്രഖ്യാപിക്കുന്ന, അവിടെയൊക്കെ കുഴിച്ചു നോക്കാൻ ഉത്തരവിടുന്നൊരു കാലം അല്ലെങ്കിൽ ആ രീതി അതിലൊരു മാറ്റമുണ്ടാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വളരെയധികം നന്ദി കെ ജെ ജേക്കബ് ഡിസ്കഷനിൽ പങ്കെടുത്തതിന്. ഇൻസൈറ്റ് ഇന്ത്യ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.